Good morning. Today, you might have entered into this live session using the meeting ID. അല്ലേ? കറക്റ്റ് ആണ് അല്ലേ? ഇനി മീറ്റിംഗ് ഐ ഡി ഒരാഴ്ചത്തേക്ക് ഉണ്ടാവുള്ളൂ. യൂസർ ഐ ഡി പാസ്വേഡും വഴി തന്നെ എൻ്റർ ചെയ്യേണ്ടി വരും. മീറ്റിംഗ് ഐ ഡി എപ്പോഴും കൊടുക്കില്ല. ഓക്കെ, just your kind information in advance. I'm telling you now, meeting ID will not be given after 1 week. All the candidates must use the user ID and the password for entering into the live class through the website only. ഈ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ അസോസിയേഷന്റെ ഓൾ കേരള പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ടെക്നിക്കൽ സപ്പോർട്ടിന്റെ സ്റ്റാഫിനെ അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കുന്ന സ്റ്റാഫിനെ സംസാരിച്ച് യൂസർ ഐ ഡിയും പാസ്വേഡും കളക്ട് ചെയ്യണം. ആ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ചാലാണ്, കളക്ട് ചെയ്താലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക, നമ്മുടെ ഈ സൈറ്റില് ചെയ്യാനും പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ കാണാനും ഇനി ഇടുന്ന കൂടുതൽ PDF ടെക്സ്റ്റ് ബുക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള PDF മറ്റു കാര്യങ്ങളും ഒക്കെ നെക്സ്റ്റ് വീക്കിലേക്ക് ഇന്ന് അവർ അപ്ലോഡ് ചെയ്യും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സൺഡേ മുതൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. യൂസർ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിക്കാത്ത കുട്ടികൾക്ക് അല്ലെങ്കിൽ ട്രെയിനീസിന് അത് കാണാൻ പറ്റില്ല. അപ്പൊ യൂസർ ഐ ഡിയും പാസ്വേഡും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപയോഗിക്കുന്നില്ലെങ്കിൽ, yesterday I got one information that user ID and password ഉപയോഗിച്ച് എൻ്റർ ചെയ്യുന്നതിന് കഴിഞ്ഞും it is easy to enter through using the Google meeting ID. അപ്പൊ ഗൂഗിളിലെ മീറ്റിംഗ് ഐ ഡി ഉപയോഗിച്ചിട്ടാണ് പലരും എൻ്റർ ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അത് നമുക്ക് പിന്നീട് ലഭ്യമാവില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അതൊന്ന് കറക്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും കറക്റ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച സമയമുണ്ട്. ഓക്കെ, അപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ അത് കറക്റ്റ് ചെയ്യണം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ നിങ്ങൾക്ക് ഓഫീസ് നമ്പറിൽ അതിന്റെ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും കറക്റ്റ് അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി, നിങ്ങളുടെ കിട്ടിയിട്ടുള്ള പാസ്വേഡിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അതല്ലെങ്കിൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിലൊക്കെ നിങ്ങൾക്ക് അതിനുള്ള അവസരം ഉണ്ടാവും. വൺസ് അഗെയിൻ very warm good morning to all of you, all the teachers, teacher trainees, those who are attending this online live training class. Okay, now we are entering into the topic child psychology. Yesterday we have seen the important points about the introduction of child psychology. In the previous class we discussed about these important points. Just we are doing the recapping for your okay, child psychology, developmental psychology. We discussed what is development and what is growth, difference between growth and development, and the maturation processes, and what is maturity. എപ്പോഴാണ് ഒരു കുട്ടിക്ക് മെച്യൂരിറ്റി ആവുക? പക്വതയില്ലല്ലോ എന്ന് ചിലരോടൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളോടും ചിലർ പറഞ്ഞിട്ടുണ്ടാവും. വാട്ട് ഡു യു മീൻ ബൈ മെച്യൂരിറ്റി? എപ്പോഴാണ് ഒരു കുട്ടിക്ക് പക്വതയാവുക, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അതിന് പ്രായം കണക്ക് വല്ലതും ഉണ്ടോ, അതോ എപ്പോഴും ആകാവുന്നതാണോ, അല്ലെങ്കിൽ എപ്പോഴും പക്വത കാണിക്കേണ്ടതാണോ? എപ്പോഴൊക്കെയാണ് പക്വത കാണിക്കേണ്ടത്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഒപ്പീനിയൻ ഉണ്ടോ? മെച്യൂരിറ്റിക്ക് ഒരു പീരീഡ് ഉണ്ടോ? ഇന്നലെ നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. മെച്യൂരിറ്റിക്ക് എന്തെങ്കിലും ഒരു പീരീഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മെച്യൂരിറ്റിയുടെ ഒരു പീരീഡ് ഉണ്ടോ? മെച്യൂരിറ്റിക്ക് എന്തെങ്കിലും ഒരു സമയമുണ്ടോ? നമ്മൾ ഇതൊക്കെ ഇന്നലെ പറഞ്ഞതാണ്. ടെൻഡൻസീസ് ടു ചിയർഫുൾ ഓർ ഗ്ലം. ടെൻഡൻസീസ് ടു ചിയർഫുൾ ഓർ ഗ്ലം എന്ന് പറയുന്നത് നേച്ചർ വേഴ്സസ് നർച്ചർ. നമ്മൾ ഇവിടം വരെയാണ് മെച്ചുറേഷൻ പ്രോസസ്സിലെ നമ്മൾ ഇവിടെ ഇതൊക്കെ സംസാരിച്ചിരുന്നു. Temperament factors that include personality characteristics such as adaptability to new experience and regularity, as well as tendencies to be happy or sad, irritable or easy, cheerful or glum. Okay, നമ്മൾ ഇന്നലെ ഇതുവരെയാണ് സംസാരിച്ചത്. Okay,
Okay, Shruti, can you tell me the meaning of glum? ഇതിന്റെ അകത്ത് തന്നെ ഇതിന്റെ ഒരു ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നിങ്ങൾ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വന്തം ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റിയോ? ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ നമ്മുടെ സൈറ്റിൽ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അത് എടുക്കാനുള്ള ഓപ്ഷനാണ് ഇട്ടിരുന്നത്. അപ്പം ഡൗൺലോഡ് ചെയ്താൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ, നിങ്ങളുടെ മൊബൈലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിൽ കിട്ടും. ഇനി മൊബൈലിൽ നിന്നാണ് യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് വൺ ഹാർഡ് ഡിസ്ക്. ചെറിയൊരു ഹാർഡ് ഡിസ്കോ മൊബൈലിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഹാർഡ് ഡിസ്കുകളൊക്കെ ഉണ്ട് ഇപ്പോൾ. ആ ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇത്തരം ചൈൽഡ് സൈക്കോളജി അല്ലെങ്കിൽ പ്രീ പ്രൈമറി TTC, മോണ്ടിസോറി ട്രെയിനിങ് നോട്ട്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അതിൽ തന്നെ സേവ് ചെയ്തൊക്കെ വെക്കാം. ഇതൊക്കെ ഡിജിറ്റൽ എഡ്യൂക്കേഷന്റെ കാലമായി മാറിയത് കൊണ്ട് സ്കൂളുകളിലൊക്കെ ഇനി അടുത്ത വർഷം എല്ലാ സ്കൂളുകളിലും, ഈവൻ ഗവൺമെന്റ് പോലും പുതിയ ഒരു കമ്മിറ്റീനെ വെച്ചിരിക്കുകയാണ് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ തുടങ്ങാൻ. ഓരോ കുട്ടിക്ക് ഓരോ ടാബ് കൊടുക്കാനൊക്കെയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. സർക്കാർ സ്കൂളുകളിൽ അത് ചിലപ്പോൾ ഫണ്ട് ഉണ്ടെങ്കിൽ സാധിക്കുമായിരിക്കും. പ്രൈവറ്റ് സ്കൂളുകളിൽ ഓൾറെഡി പല സ്കൂളുകളും ഓരോ കുട്ടിക്കും ഡിജിറ്റൽ കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ തീരുമാനിച്ചു. പാഠപുസ്തകങ്ങളും ടെക്സ്റ്റ് ബുക്ക് ഔട്ടാവും. വർക്ക് ബുക്കും വർക്ക് ഷീറ്റും ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ ഒരു റൈറ്റിംഗ് പാഡ് കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ റൈറ്റിംഗ് പാഡിലാണ് ഇനി അതൊക്കെ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അത് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാം. റൈറ്റിംഗ് പാഡ് മൊബൈലോ ലാപ്ടോപ്പോ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് എടുത്താൽ, ഇല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു, നേച്ചർ വേഴ്സസ് നർച്ചർ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഇമ്പോർട്ടൻസ് ഓഫ് ഹെറിഡിറ്റി പറഞ്ഞു. അതാണ് നേച്ചർ. ഇമ്പോർട്ടൻസ് ഓഫ് ഹെറിഡിറ്റി അങ്ങനെ പറയാനുള്ള കാരണം ഇതാണ്. നമുക്ക് ഒരു വ്യക്തിയുടെ, ഒരു കുട്ടിയെ, ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ആ കുട്ടിയുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കാം എന്ന് മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പ വഴികളുണ്ട്. ഒരു കുട്ടിയെ മനസ്സിലാക്കുന്ന ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ മോൾഡ് ചെയ്തെടുക്കണമെങ്കിൽ കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അറിയണം. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നതാണ് കുട്ടിയുടെ നേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. നർച്ചറും നേച്ചറും ഒക്കെ അതിനകത്ത് പെടും. അങ്ങനെ വരുമ്പോഴാണ് ഇത്. നിങ്ങൾ നോക്കിക്കോളൂ, ഈ സ്ലൈഡിലാണ് നമ്മൾ നേച്ചർ വേഴ്സസ് നർച്ചറിനകത്ത് പറയുന്നത് our environment, experience, practice and learning. നമ്മളെ ഒരു കുട്ടിയുടെ എൻവയോൺമെന്റ് ആണ്, ആ കുട്ടിയുടെ അന്തരീക്ഷം, ചുറ്റുപാട് ആണ് ആ കുട്ടിയെ നല്ല എക്സ്പീരിയൻസിലേക്ക് നയിക്കുന്നത്. നല്ല സാഹചര്യത്തിൽ നിന്ന് വരുന്ന കുട്ടിയാണെങ്കിൽ, നമ്മളെല്ലാവരും നമ്മളെ വീടുകളിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പലരും പല വീടുകളിലാണ് ഇരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ എൻവയോൺമെന്റ് ആണ് നമ്മുടെ ഫാമിലി അറ്റ്മോസ്ഫിയർ. നമ്മുടെ ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ് നമ്മള് നല്ല കുടുംബ സാഹചര്യത്തിൽ നിന്നാണ്, ആ എൻവയോൺമെന്റിൽ നിന്നാണ് നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുക, നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവുക. ഈ എക്സ്പീരിയൻസിൽ നിന്നാണ് പ്രാക്ടീസിലേക്ക് അല്ലെങ്കിൽ ഹാബിറ്റിലേക്ക് പോവുക. ഹാബിറ്റ് ബിക്കംസ് അവർ കൾച്ചർ, അവർ പേഴ്സണാലിറ്റി. ഈ പ്രാക്ടീസ് ആണ്, ആ പ്രാക്ടീസും ലേണിങ്ങുമാണ് കൾച്ചർ ഉണ്ടാവുക, അല്ലെങ്കിൽ നല്ല പേഴ്സണാലിറ്റി ഉണ്ടാവുക. ഒരാളുടെ ബിഹേവിയർ തീരുമാനിക്കുക. ആ ബിഹേവിയർ ആണ് അയാളുടെ, ഈ ഹാബിറ്റ് ആണ് അയാളുടെ ബിഹേവിയർ ആയിട്ട് മാറുന്നത്. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഒരു കുട്ടിയെ മോൾഡ് ചെയ്യാൻ എളുപ്പമായി. അപ്പോൾ ഒരു നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മുടെ വീട്ടിലുള്ള മക്കളെ ആയാലും നമ്മൾ സ്വയമാണെങ്കിലും we should find out, we should create our own environment as good environment. അതുകൊണ്ടാണ് ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, അതല്ലെങ്കിൽ അതുപോലെയുള്ള എക്സ്പീരിയൻസ് പറയണം. അങ്ങനെ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടോ? മുബീന കേട്ടിട്ടുണ്ടോ? മുബീന, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, അങ്ങനെ കേട്ടിട്ടുണ്ടോ? മുബീന മൈക്രോഫോൺ ഓണാക്കാം. മുബീനയ്ക്ക് മൈക്രോഫോൺ ഓണാക്കാം. മുബീന, ആ പഴഞ്ചൊല്ല് ഒന്ന് പറയാമോ? ഇതൊരു നല്ല ഇഡിയംസ് ആണ്. എന്താ അത് മുബീന? ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, അങ്ങനെ കേട്ടിട്ടുണ്ടോ? അതിന്റെ മുഴുവൻ ആ പഴഞ്ചൊല്ല് ബാക്കി അറിയാമോ? എന്തോ കേട്ടിനി. ഓക്കെ, മുബീന ഏത് ജില്ലയാ? കണ്ണൂര്. വെരി ഗുഡ്. ഓക്കെ, മറ്റുള്ളവർ എറണാകുളത്തുള്ളവർക്കും മറ്റുള്ളവർക്കും ചിലപ്പോൾ മുബീന പറയുന്നത്, മുബീന കേട്ടിനി. നീ കോഴിക്കോടാണെങ്കിൽ പറയും, കൊയിലാണ്ടിലുള്ള ആൾക്കാരാണെങ്കിൽ പറയും കേട്ടിക്കി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് എന്നാണ് അവരുദ്ദേശിച്ചത്.
അപ്പോ മുബിൻ അത് കേട്ടിനി, പക്ഷെ അതിന്റെ ബാക്കി പറയാൻ പറ്റില്ല. ഞാനിപ്പോ പറയുന്നതൊക്കെ all things are connected with the psychology. അപ്പോൾ ഈ സൈക്കോളജിയുമായി കണക്റ്റഡ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത് മനസ്സിലാക്കിയാൽ you will become the best teacher. I'm guarantee, I will give you the guarantee that if you want to become the best teacher, you should be able to understand, identify each and every child in your class. ഓരോ ആളുകളുടെ മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കുട്ടി. ഇനി മുതിർന്ന ആളാണെങ്കിൽ, നിങ്ങൾ ഒരു സ്കൂളിലെ പ്രിൻസിപ്പൾ ആണെങ്കിൽ, നിങ്ങൾ ഒരു സ്ഥാപനത്തിന്റെ ഹെഡ് ആണെങ്കിൽ, ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കിയാലാണ് നമുക്ക് ഒരു സമൂഹത്തോട് എങ്ങനെ സംസാരിക്കണം, നമ്മുടെ കീഴിലുള്ള നമ്മുടെ കൂടെയുള്ള കോവർക്കേഴ്സിനോട് എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കുക. അത് തീരുമാനിക്കാൻ ഒരു വ്യക്തിയുടെ സാഹചര്യം മനസ്സിലാക്കിയാൽ മതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം അങ്ങനെയൊക്കെ പറഞ്ഞൊരു പഴഞ്ചൊല്ലുള്ളത്, അല്ലേ? ശ്രുതി കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ടിട്ടില്ല. ഓക്കെ. അപ്പൊ നല്ല കൂട്ടുകാരാണെങ്കിൽ, അതുകൊണ്ടാണ് നല്ല കൂട്ടുകാര്, സഹവർത്തിത്വം ഉണ്ടെങ്കിൽ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം അതാണ്. നമ്മൾ കൂട്ടുകാരാരായാലും, മുതിർന്ന ആളുകളാണെങ്കിൽ നമ്മളെ ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ അവന്റെ കൂട്ടുകാരെ കുറിച്ച് അന്വേഷിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നമ്മൾ ഇവിടെ എടുത്ത് പറയുന്നത്. ഇത് വെറും സെന്റൻസുകളായി നിങ്ങൾ കാണരുത്, ഇതിന്റെ അകത്ത് ധാരാളം അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് തന്നെ ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം എന്ന് പറയുകയും സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ആയിട്ട് ഇടുന്നത്. അതിന്റെ മീനിങ് ഒക്കെ നോക്കി പഠിച്ചിട്ട് വരണം. ഇന്നലെ നമ്മൾ ഗ്ലം എന്നൊക്കെ പറഞ്ഞു, ആളുകൾക്ക് ആവശ്യമുള്ള ട്രെയിനീസിന് വൊക്കാബുലറി ബുക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. Now I am telling you, all of you should have the vocabulary book, whoever you are. നിങ്ങൾ ആരായാലും ശരി, നിങ്ങൾക്ക് എല്ലാവർക്കും, ഇഫ് യു ആർ അറ്റൻഡിങ് ദ ലൈവ് ക്ലാസ്, നമുക്കൊരു ഇന്ററാക്ഷൻ ഒക്കെ വേണ്ടേ? എനിക്കും തെറ്റുകൾ പറ്റാം, നമ്മളെല്ലാം സാധാരണക്കാരാണ്. പക്ഷെ നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു വൊക്കാബുലറി ബുക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ദിവസം 5 വൊക്കാബുലറി വീതം നിങ്ങൾ എഴുതി പഠിക്കുന്നു എന്ന് വിചാരിക്കൂ. Never you will forget the particular word meaning in your life. If you write down the particular words with the English meaning, never you will forget the meaning in your lifetime. That will develop your language, that will contribute for the language development. ഭാഷാ വികസനത്തിന് സഹായിക്കും. Okay, if you want to be the best teacher, നിങ്ങൾക്ക് നല്ല ടീച്ചർ ആവണമെങ്കിൽ, ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, നമ്മളെ ഇന്ന് സെവന്ത് ഡേ ചർച്ചിന്റെ കീഴിലുള്ള ആളുകൾ ട്രെയിനീസിന് ഇല്ല. നമ്മളൊരു മേരി ടീച്ചർ ഈ കോഴ്സിന് പങ്കെടുക്കുന്നത് അവരൊരു സ്കൂളിലെ പ്രിൻസിപ്പളാണ്. അപ്പോ ആ ടീച്ചർ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കും. എനിക്ക് ആ ടീച്ചറെ വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ ധാരാളം സ്കൂളുകളിൽ ഇപ്പോഴും CBSE സ്കൂളുകൾ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ, മാനേജ്മെന്റ് സ്കൂളുകളിൽ, ഈവൻ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിലും ഗവൺമെന്റ് സ്കൂളിനോട് അനുബന്ധിച്ച് നടത്തുന്ന പ്രീ പ്രൈമറി സെക്ഷനിലും LKG UKG ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരിൽ പലരും അൺട്രെയിൻഡ് ആണ്. ഈ കോഴ്സിൽ നിങ്ങളുടെ കൂടെ പങ്കെടുക്കുന്ന ആളുകൾ എല്ലാവരും അൺട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അൺട്രെയിൻഡ് മീൻസ് അവർക്ക് കൺസേൺഡ് ടീച്ചർ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ദേ ആർ വെൽ എക്സ്പീരിയൻസ്ഡ്. എന്താ വെൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? അവർ നല്ല പരിചയമുള്ള അധ്യാപകരാണ്, എക്സ്പീരിയൻസ് ഉള്ളവരാണ്, അവർ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഇഷ്ടമാണ്. പിന്നെ പ്രൈവറ്റ് സ്കൂളുകളിൽ ഒന്ന് ലാംഗ്വേജ് സ്കില്ല് ഇമ്പോർട്ടന്റ് ആണ്. ലാംഗ്വേജ് സ്കിൽ മീൻസ് യു ഷുഡ് ബി ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റ്ലി. ഹൗ യു ക്യാൻ ബി എ ഫ്ലുവന്റ് സ്പീക്കർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്? It is only by developing the vocabulary. Without proper enough vocabulary, how can we speak? How can we use a language? പിന്നെ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന സ്റ്റൈല്, അല്ലെങ്കിൽ അതിന്റെ സ്പീഡ്, അതിന്റെ പ്രൊനൗൺസിയേഷൻ, അതൊക്കെ ഓരോ വ്യക്തിക്കും വ്യത്യാസപ്പെട്ടിരിക്കും. അതിലൊന്നും പ്രശ്നമല്ല, അതിലൊന്നും നാണക്കേടും വിചാരിക്കേണ്ടതില്ല, അതിലൊന്നും കുറവുകളും വിചാരിക്കേണ്ടതില്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് അവർ മദർ ടങ്, ബിക്കോസ് യു ആർ നോട്ട് എ നേറ്റീവ് സ്പീക്കർ. നേറ്റീവ് സ്പീക്കർ എന്ന് പറയുന്നത് ഫോറിനർ ആണ്. ആരാണോ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് അവർക്ക് മദർ ടങ് ആയിട്ടുള്ളവരെ മാത്രമേ ഒരു നേറ്റീവ് സ്പീക്കർ എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ മലയാളമാണ്, നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ടീച്ചർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ്, നമ്മൾ ഈ കോഴ്സിന്റെ ഒപ്പം നിങ്ങളോട് പറഞ്ഞിരുന്നു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഞാൻ നിങ്ങൾക്ക് ഒരു കോഴ്സ് ഇപ്പോൾ ഇതിന് ശേഷം കാണിക്കാം, അതിന്റെ ക്ലാസ് ഉണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് അത്യാവശ്യം അറിയുമെങ്കിലും ചെയ്താൽ അത്രത്തോളം നിങ്ങൾക്ക് ഏത് ഫീൽഡിൽ, ഏത് ജോലിയിലും കുറച്ചെങ്കിലും ഒരു മുൻതൂക്കം കിട്ടും.
ഓക്കെ, ആ മുൻതൂക്കം നിങ്ങൾക്ക് കിട്ടുന്നതിന് ഒരു യു വിൽ ബി പ്രീ ഡിപ്പോസിറ്റഡ്. ഡിപ്പോസിഷൻ എന്ന് പറയുന്ന പ്രീ ഡിസ്പോസിഷൻ കിട്ടും. അങ്ങനെ പ്രീ ഡിസ്പോസിഷൻ ഒരു ഉണ്ടാവുന്നതാണ് ഞാനിത് പറയുന്നത്. ഇവിടെ ഇതില് ചിലപ്പോൾ there may be some trainees attending the course who are expert in language. Okay, accept them. I'm telling to the people, accept those who are expert in language. അവർക്ക് എക്സെപ്ഷൻ ഉണ്ട്, അവരെ ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത്. ഓക്കെ, നൗ അഗെയിൻ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇത് സാധാരണ നമ്മൾ ജനറൽ നോളജിനൊക്കെ പറയുന്നതാണ്. ഒരു കുട്ടിയുടെ എൻവിയോൺമെന്റ് ആണ് അവന്റെ കുടുംബ സാഹചര്യം, അവന്റെ പിയർ ഗ്രൂപ്പ്. എൻവിയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? ഇവിടെ നേച്ചർ വേഴ്സസ് നർച്ചർ ആണ്. നേച്ചർ എന്തൊക്കെയാണ്? എൻവിയോൺമെന്റ് ആണ്. ആ എൻവിയോൺമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കുട്ടിയുടെ പിയർ ഗ്രൂപ്പ്, സ്കൂൾ സ്റ്റുഡൻസ് ആവാം. പിയർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ്, ഫ്രണ്ട്സ് ആവാം, കമ്മ്യൂണിറ്റി വരും, സൊസൈറ്റി വരും, അവന്റെ ഫാമിലി അറ്റ്മോസ്ഫിയർ വരും, നെയ്ബേഴ്സ് വരും, നെയ്ബർഹുഡ് ഒക്കെയാണ് എൻവിയോൺമെന്റ്. ആ എൻവിയോൺമെന്റിൽ നിന്നാണ്, നല്ല എൻവിയോൺമെന്റിൽ നിന്നാണ് നല്ല എക്സ്പീരിയൻസ് വരുന്നത്, നല്ല ശീലങ്ങൾ വരിക, നല്ല ശീലങ്ങൾ അല്ലെങ്കിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാവുക. നല്ല എക്സ്പീരിയൻസിൽ നിന്നാണ് നല്ല പ്രാക്ടീസസ് അല്ലെങ്കിൽ ഹാബിറ്റ്സ് വരിക. നല്ല ഹാബിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ, ഹാബിച്വൽ ബിഹേവിയർ അല്ലെങ്കിൽ നല്ല ഹാബിറ്റ്സ് മാത്രമേ ഉണ്ടെങ്കിൽ കുട്ടിക്ക് എന്ത് കിട്ടുള്ളൂ? നല്ല ബിഹേവിയർ ഉണ്ടാവുള്ളൂ. ബിഹേവിയർ ആണ് ലേൺഡ് ബിഹേവിയർ എന്ന് പറയുന്നതാണ്. ഈ ലേണിംഗ് ബിഹേവിയർ ആണ്. ലേൺഡ് ബിഹേവിയർ നല്ല പഠിച്ച പെരുമാറ്റ രീതിയാണ് നല്ല പെരുമാറ്റം. ഗുഡ് ബിഹേവിയർ ആണെങ്കിലും ബാഡ് ബിഹേവിയർ ആണെങ്കിലും ആ ബിഹേവിയർ ആണ് ഒരു വ്യക്തിയുടെ, ഒരു സ്റ്റുഡന്റിന്റെ പേഴ്സണാലിറ്റി നമ്മൾ അല്ലെങ്കിൽ ബിഹേവിയർ, ക്യാരക്ടർ മനസ്സിലാവും. അതാണ് ക്യാരക്ടറായി മാറുന്നത്. ഇതാണ് അതിന്റെ ഒരു രീതി. അപ്പൊ നമുക്ക് ഒരു കുട്ടിയെ പഠിക്കണമെങ്കിൽ എന്ത് മനസ്സിലാക്കാം? ഫസ്റ്റ് വി ക്യാൻ അനലൈസ്, വി ക്യാൻ അസസ് അബൌട്ട് ഹിസ് ബാക്ക്ഗ്രൗണ്ട്, എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സ്. ദെൻ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹിസ് എക്സ്പീരിയൻസ്. അങ്ങനെ ആണെങ്കിൽ നല്ല ശീലങ്ങൾ, നല്ല എക്സ്പീരിയൻസ്, നല്ല അനുഭവങ്ങളുള്ള ആൾക്കാണ് നല്ല ഹാബിറ്റ്സ് ഉണ്ടാവുക. നല്ല ഹാബിറ്റ്സ് എന്ന് ഉദ്ദേശിച്ചാൽ എന്താണ്? കുട്ടിക്ക് നന്നായി സംസാരിക്കാൻ അറിയാം, കുട്ടിക്ക് നന്നായി പെരുമാറാൻ അറിയാം. ആളുകളെ കാണുമ്പോൾ ചിലപ്പോൾ ടീച്ചറെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറയും, ടീച്ചറുടെ മുന്നിൽ കൂടെ പോകുമ്പോൾ എക്സ്ക്യൂസ് മീ പറയും, അല്ലെങ്കിൽ അവന്റെ മുഖഭാവത്തെങ്കിലും ആ ഒരു എക്സ്ക്യൂസ് മീയുടെ ഫീലിംഗ് വരും. ചിലപ്പോൾ അവന് സംസാരിക്കാൻ അറിയില്ലായിരിക്കാം, അവൻ അത്രത്തോളം മോഡേൺ സൊസൈറ്റിയിലായിരിക്കില്ല ജീവിക്കുന്നത്, അവൻ വരുന്ന ഗ്രാമപ്രദേശത്തു നിന്നാണ്. പക്ഷെ അവൻ ഒരു അധ്യാപകന്റെ മുന്നിൽ കൂടെ കടന്നു പോകുമ്പോൾ അവന്റെ മുഖത്ത് ആ ഒരു മുഖഭാവം നമുക്ക് മനസ്സിലാവാം. എക്സ്ക്യൂസ് മീ എന്നുള്ള ഭാവത്തോടു കൂടിയാണ് അവൻ പോകുന്നത്. അത് ചില കുട്ടികൾ അങ്ങനെയല്ല, തട്ടിത്തെറിപ്പിച്ച് പോകും. അതൊന്നും നോട്ടമില്ലാത്ത കുട്ടികളുണ്ട്. കാരണം എന്താ? അവർക്ക് ഇതാണ് പ്രാക്ടീസ്. അതിന് മുന്നേ പറഞ്ഞതാണ് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് നല്ല എക്സ്പീരിയൻസ് ഇല്ലാത്തത്? നല്ല എൻവിയോൺമെന്റ് ഇല്ല. നല്ല എൻവിയോൺമെന്റ് എന്താണ്? നല്ല കുടുംബ സാഹചര്യം ഇല്ല, നല്ല കുടുംബ അന്തരീക്ഷമില്ല, അല്ലെങ്കിൽ നല്ല സഹവർത്തിത്വമില്ല, നല്ല കൂട്ടുകാരില്ല. നല്ല കുടുംബ സാഹചര്യം ഉണ്ടെങ്കിൽ പിന്നെ വീണ്ടും നമ്മൾ ഫോർവേഡ് മൂവിങ്ങിലേക്ക് വന്നാൽ നല്ല ശീലങ്ങളിൽ, എക്സ്പീരിയൻസിലേക്ക് വരും, നല്ല അനുഭവങ്ങളിലേക്ക് വരും. നല്ല അനുഭവങ്ങളിലേക്ക് വന്നാൽ എന്ത് കിട്ടും? നല്ല ശീലങ്ങൾ വരും, നല്ല പ്രാക്ടീസ് വരും. ആ നല്ല പ്രാക്ടീസ് ആണെങ്കിലോ നല്ല ലേണിംഗ് ബിഹേവിയർ വരും, നല്ല ലേണിംഗിലേക്ക് വരും. നല്ല ലേണിംഗ് ആണ് ഗുഡ് ബിഹേവിയർ, ക്യാരക്ടർ ഫോർമേഷന്റെ ഇമ്പോർട്ടന്റ്. ഈ 3 to 6 years ഓൾഡ് പീരീഡ് ആണ് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇവിടെയാണ് ലേണിംഗ് പ്രോസസ്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലേണിംഗ് പ്രോസസ്സ് നടക്കാനുള്ള, നല്ല പഠന പ്രവർത്തനങ്ങൾ നടക്കാനുള്ള സമയം. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങള് നേച്ചർ വേഴ്സസ് നർച്ചർ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഈ ഒരു സ്ലൈഡ് മുഴുവനും പഠിക്കുന്ന ആളുകള് സൈക്കോളജിയുടെ, ഹ്യൂമൻ സൈക്കോളജിയുടെ ഏകദേശം പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ മനസ്സിലാവും. നിങ്ങൾക്ക് BEd-നായാലും TTC-ക്കായാലും ഈ കാര്യങ്ങളെല്ലാം അത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. ഈ സ്ലൈഡ് മുഴുവനും ഏകദേശം 74 സ്ലൈഡുകൾ ഉണ്ട് ഇതിന്റെ അകത്ത്. ഈ സ്ലൈഡുകൾ മുഴുവനും പഠിക്കുന്ന ഒരാൾക്ക് സൈക്കോളജി പോർഷൻ ഈസ് ഓവർ. പിന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന ചില ട്രെയിനീസിന്റെ ഒരു ആഗ്രഹം, ആവശ്യം ഇതാണ്: നിങ്ങളുടെ ഇതിനു മുന്നേ കോഴ്സ് ചെയ്തവര് അല്ലെങ്കിൽ ഇപ്പോൾ കോഴ്സിന്റെ തിയറി കുറെ നോട്ട്സ് എഴുതിയവരുടെ നോട്ട് കിട്ടുമോ എന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ നോട്ട്സിനെ കുറിച്ച് വ്യാകുലപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് നോട്ട്സ്
ഒക്കെ ഈ സൈറ്റിൽ തന്നെ കിട്ടും. ഇതൊരു ആരംഭം മാത്രമായതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് പിന്നീട് പഠിക്കാനുള്ള കുറെ ലേണിംഗ് മെറ്റീരിയൽസ് ഈ സൈറ്റിൽ കിട്ടും. ആ സൈറ്റിൽ നിന്ന് നിങ്ങൾ ഉള്ളത് എഴുതിയെടുത്താൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മറ്റുള്ളവരുടെ നോട്ട്സ് എടുത്തു തരാം. നോട്ട്സ് എടുത്തിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചിട്ട് പരീക്ഷ എഴുതി എങ്ങനെയെങ്കിലും പാസ്സാവുന്നതിന്റെ പ്രശ്നമല്ല ഈ കോഴ്സിനുള്ളത്. ഇത് തിയറി അല്ല ഇമ്പോർട്ടന്റ്, പ്രാക്ടിക്കൽ നോളജ് ആണ്. ഇത് ജോബ് ഓറിയന്റഡ്, ഇതൊക്കെ തൊഴിലധിഷ്ഠിത കോഴ്സുകളാണ്. ഇത്തരം കോഴ്സുകളിൽ പ്രാക്ടിക്കൽ നോളജിനാണ് ഇമ്പോർട്ടൻസ്, സർട്ടിഫിക്കറ്റിന്റെ മാർക്കല്ല നോക്കുക. ഡ്യൂറിങ് ദ ടൈം ഓഫ് ഇന്റർവ്യൂ ഒരു സ്ഥാപനം പറയും ഡിമോ ക്ലാസ് എടുത്ത് കാണിക്കാൻ പറയും. ഡിമോ ക്ലാസ് എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേഷൻ ക്ലാസ് എടുക്കണം. നമ്മൾ ആ ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ പ്രസന്റേഷൻ സ്റ്റൈല്, നമ്മൾ കുട്ടികളെ നോക്കുമ്പോൾ, ഒരു വ്യക്തിയെ ഒരാൾ നോക്കുമ്പോൾ ആ ആള് നോക്കുമ്പോൾ നോട്ടത്തിൽ മനസ്സിലാവും ഇയാൾക്ക് ആ ആളെ മനസ്സിലാക്കാൻ പറ്റുമോ, അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അണ്ടർസ്റ്റാൻഡിങ് സ്റ്റേജിലേക്കാണോ അയാളുടെ അസസ്മെന്റ് പോകുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പിന്നെ ഡെവലപ്പ് ചെയ്യുക. അതിനനുസരിച്ചിട്ടാണ് ഇവർ തമ്മിലുള്ള റാപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുക. ഒരു ടീച്ചറും സ്റ്റുഡന്റും തമ്മിലുള്ള ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് റാപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ the nature nurture controversy is over the relative importance of heredity versus the role of the environment. Most developmental psychologists now believe our behavior is strongly shaped by constitutional factors. അപ്പൊ നമ്മള് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞത്. ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം റിലേറ്റിംഗ് ടു സമ്മൺസ് നേച്ചർ ഓർ ഫിസിക്കൽ കണ്ടീഷൻ. അപ്പൊ ഒരാളുടെ നേച്ചർ അല്ലെങ്കിൽ ശാരീരിക മാനസികമായ അവസ്ഥയ്ക്കാണ് ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളിത് ഇംഗ്ലീഷ് മീനിങ് ഉള്ള ഡിക്ഷണറി നോക്കിയിട്ട് എഴുതണം. അതുപോലെ ടെമ്പറമെന്റ് ഫാക്ടേഴ്സ് ഉദ്ദേശിക്കുന്നത് മനോഭാവത്തിന്റെ സ്വഭാവ ഗണങ്ങളാണ് ഫാക്ടേഴ്സ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനനുസരിച്ചിട്ടാണ് ഒരാള് ചിയർഫുൾ ആയിരിക്കുമോ, ഗ്ലം ആയിരിക്കുമോ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഗ്ലം ഉദ്ദേശിക്കുന്നത് ലുക്കിംഗ് ഓർ ഫീലിംഗ് ഡിജക്റ്റഡ്, ഡിപ്രസ്ഡ്, വിഷാദത്തിൽ ഇരിക്കുന്നതിനാണ് ഗ്ലം എന്ന് പറയുന്നത്. ചിയർഫുൾ, സന്തോഷകരമായ അവസ്ഥയാണോ. അപ്പോൾ ഒരു കുട്ടി സന്തോഷമുള്ള സാഹചര്യത്തിൽ നിന്ന് വന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ആ കുട്ടി അങ്ങനെ ആണെങ്കിൽ മാത്രമേ അവിടെ ലേണിംഗ് പ്രോസസ്സ് നടക്കുള്ളൂ. അതൊരു ടീച്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഒരു ടീച്ചർക്ക് ഇത് മനസ്സിലാവാതെ ആ ടീച്ചർ എങ്ങനെ ക്ലാസ്സിൽ കുട്ടികൾക്ക് ലേണിംഗ് പ്രോസസ്സ് നടത്തും? ഞാനിത് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോയിട്ടേ ഈ ടീച്ചർ ആകാൻ ക്ലാസ്സിൽ നിങ്ങളുടെ മക്കളെയും ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കുന്ന സമയത്ത്, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ആരോടെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞ് അവരെ മനസ്സിലാക്കിക്കണമെന്നുണ്ടെങ്കിൽ ദ പേഴ്സൺ ഷുഡ് ബി ചിയർഫുൾ. എക്സൂബറന്റ് ആയിരിക്കുന്ന, അത്യുത്സാഹത്തോടെ ഇരിക്കുന്ന ഒരാളെ മാത്രമേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാൻ, സന്തോഷകരമായ ആനന്ദകരമായ അനുഭവത്തിൽ മാത്രമേ പഠനം നടക്കുള്ളൂ, ലേണിംഗ് പ്രോസസ്സ് നടക്കുള്ളൂ. അത് ബ്രെയിനിന്റെ ഒരു പ്രോസസ്സാണ് ലേണിംഗ്. കാണാതെ പഠിക്കുന്നതല്ല ലേണിംഗ്. നമ്മൾ ലേണിംഗ് എന്താണെന്ന് നേരത്തെ പറഞ്ഞു. ഇറ്റ് ഈസ് എ പെർമനന്റ് ചേഞ്ച് ഇൻ ദി നോളജ്. ബ്രെയിനിൽ ഒരു സ്ഥിരമായ മാറ്റം വരുത്തുന്നതാണ് ലേണിംഗ് എന്നെങ്കിൽ അതുകൊണ്ടാണ് സിനിമ കഥ കാണുമ്പോൾ പെട്ടെന്ന് ആനന്ദകരമായ അനുഭവത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ആ കഥയൊക്കെ ഒരിക്കലും മറക്കില്ല, അത് ഇപ്പോഴും ഓർക്കും. അതുകൊണ്ടാണ് ലേണിംഗ് പ്രോസസ്സ് സിനിമ കാണുന്ന കുട്ടിക്ക് വേഗം മനസ്സിലാവും. അതുകൊണ്ടാണ് ഓഡിയോ വീഡിയോ വിഷ്വൽ ലേണിംഗ് എയ്ഡ്സ് എന്ന് ഇപ്പൊ പറയുന്നത്. ഓഡിയോ വീഡിയോ വിഷ്വൽ ലേണിംഗ് എയ്ഡ്സ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? കുട്ടിക്ക് ആനന്ദകരമായ പഠനാനുഭവം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ലേണിംഗ് ഷുഡ് ബി ജോയ്ഫുൾ. ഇതെങ്കിലും നിങ്ങളൊന്ന് മനസ്സിൽ ഉറപ്പിക്കണം. ലേണിംഗ് ഷുഡ് ബി ജോയ്ഫുൾ. ആരെയും കണ്ണുരുട്ടി ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് നന്നാക്കാനോ പഠിപ്പിക്കാനോ സാധിക്കില്ല. അപ്പൊ ഇനി നമ്മളെ ഈ സൈക്കോളജി നന്നായി പഠിച്ചാലുള്ള ഒരു ഗുണം എന്താ വെച്ചാല്, നിങ്ങളുടെ വീട്ടിലുള്ള പെരുമാറ്റം പോലും മാറും. നിങ്ങൾ എല്ലാവരോടും ക്ഷമിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ആരെയും നന്നാക്കാൻ സാധിക്കില്ല, അപ്പൊ അവര് പോകുന്ന വഴിക്ക് പോട്ടെ എന്ന് വിചാരിച്ചോളൂ. അങ്ങനെ ചിന്തിക്കാം. ഈ സൈക്കോളജിയിൽ പഠിക്കുമ്പോൾ 2-3 തരത്തിൽ നിങ്ങൾ ഇത് നന്നായി ഡീപ്പായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് 2-3 തരത്തിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ചെറിയ വട്ടുണ്ടെന്ന് തോന്നാം, അല്ലെങ്കിൽ നമ്മളെ കൂടെയുള്ളവർക്ക് ചെറിയ വട്ടുണ്ടെന്നെങ്കിലും തോന്നാം. എല്ലാവർക്കും സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഓരോ മനുഷ്യരിലും ഉണ്ട്. അപ്പൊ അതിനകത്ത് ഏറിയും കുറഞ്ഞും ഇരിക്കും. അതുകൊണ്ടാണ് ഇത് പറയും. ഇനി നമ്മള് ടെൻഡൻസീസ് ടു ചിയർഫുൾ ഓർ ഗ്ലം. ഇവിടെ വലിയ ആളുകളുടെ ഫോട്ടോ ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ നോക്കേണ്ടത് ആനന്ദകരമായ സാഹചര്യങ്ങൾ കുട്ടികളുടെ മുഖഭാവത്തിൽ നിന്ന് ഒരു ടീച്ചർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ ഒരു കുട്ടിയെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരാൾ ഗ്ലൂമി ആയിട്ടിരിക്കുകയാണ്, ഗ്ലം ആയിട്ടിരിക്കുകയാണ്, ചിയർഫുൾ ആണ്,
എന്നൊക്കെയാണ് നമുക്കത് മനസ്സിലാവും. ഓക്കെ, വിച്ച് ആർ ദ ടെൻഡൻസീസ്, അതിനുള്ള സാധ്യതകൾ, സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? അവിടെയാണ് നേച്ചർ വേഴ്സസ് നർച്ചർ എന്ന് പറയാം. നേച്ചർ വേഴ്സസ് നർച്ചറിൽ നമ്മൾ വീണ്ടും പറയുന്നത് നർച്ചറിങ് എന്താണെന്ന്, നേച്ചർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ബയോളജിക്കൽ ആൻഡ് ജനറ്റിക് റിസർച്ച് വിത്ത് ട്വിൻ സ്റ്റഡീസ് ഓൾസോ. ബയോളജിക്കലും ജനറ്റിക് റിസർച്ച്, ജനറ്റിക് എന്താ, ഹെറിഡിറ്ററി ഫാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബയോളജിക്കൽ റിസർച്ചുകൾ, സ്റ്റഡീസ് ഓൾസോ ഇൻഡിക്കേറ്റ്സ് genetics or nature plays a part in predispositions to physical and mental illness. Predispositions means, predisposition ഉദ്ദേശിക്കുന്നതാണ് അതിന്റെ ഒരു more important, മുൻതൂക്കം കൊടുക്കുന്നത് part in predispositions to physical and mental illnesses as well as being influenced by nurture, our environment, experience, practice and learning. Okay, so it is very much important that nurturing a child, ഒരു കുട്ടീനെ ലാളിക്കുന്നതോ അല്ലെങ്കിൽ കെയർ കൊടുക്കുന്നതോ നർച്ചർ ചെയ്യുന്നത്, നമ്മൾ അതിനെ വളർത്തിക്കൊണ്ട് വരുന്നതിനെയാണ് നർച്ചറിങ് എന്ന് പറയുന്നത്. നേച്ചർ വേഴ്സസ് നർച്ചറിന്റെ വ്യത്യാസം, നർച്ചറിങ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നേച്ചർ സ്വാഭാവികമായി കിട്ടുന്ന സാഹചര്യം, അന്തരീക്ഷം, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് നേച്ചർ ബേസ് ചെയ്യുന്നത്. അതുപോലെ ഹെറിഡിറ്ററി ഒക്കെ വരും. നർച്ചറിങ്ങോ ഔട്ട്സൈഡ് ഫാക്ടേഴ്സ് ആണ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മൾ ഓരോ കുട്ടിക്കും ഉണ്ടാക്കി കൊടുക്കുക. അത് അധ്യാപകർക്ക് പ്രധാനപ്പെട്ട പങ്കുണ്ട്, മാതാപിതാക്കൾക്ക് പ്രധാനപ്പെട്ട പങ്കുണ്ട്. നേച്ചർ പ്ലേസ് എ പാർട്ട് in predispositions to physical and mental illnesses as well as being influenced by nurture, our environment, experience, practice and learning. Okay, so നമ്മൾ ഈ നർച്ചറിൽ പറഞ്ഞപ്പോഴാണ് our environment, experience, practice and learning പറയാം. നർച്ചർ ഒക്കെ നിങ്ങൾ ഒന്നും കൂടെ ഇംഗ്ലീഷ് ഡിക്ഷണറി റെഫർ ചെയ്താൽ അതിന്റെ ഫുൾ മീനിങ് അതിൽ കിട്ടും. അപ്പോൾ ആ കാര്യങ്ങളിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അതിന്റെ ഒരു ഇംഗ്ലീഷ് ഡിക്ഷണറി റെഫർ ചെയ്യേണ്ടത് അഡ്ജക്റ്റീവ്, അഡ്വേർബ്, വെർബ്, അതിന്റെ ഇംഗ്ലീഷ് ഡിക്ഷണറി ആണെങ്കിൽ, അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറി, കേംബ്രിഡ്ജ് ഡിക്ഷണറി, അങ്ങനെയുള്ള ഡിക്ഷണറികൾ, മലയാളത്തിൽ അർത്ഥം എഴുതിയ ഡിക്ഷണറികൾ ഉപയോഗിക്കരുത്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇതിന് ഈ നർച്ചറിനെ കുറിച്ച് കുറെ കൂടുതൽ വാക്കുകൾ കിട്ടുകയും അതിന്റെ എക്സാമ്പിൾസ് അവിടെ എഴുതുകയും ഒക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇത് അങ്ങനെ റെഫർ ചെയ്ത് പഠിക്കൂ. ഇവിടെ പലർക്കും ഇത് ഓൾറെഡി പഠിച്ചവരും അല്ലെങ്കിൽ അറിയുന്ന അധ്യാപകരും ഉള്ളത് കൊണ്ട് നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തർക്കും പ്രത്യേകമായി സമയം മാറ്റിവെക്കാനില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നത് തുടക്കത്തിൽ മുതൽ നിങ്ങളുടെ വീട്ടിൽ എന്തായാലും നമുക്കൊരു ഡിക്ഷണറി ഉണ്ടാവുമല്ലോ, അതിൽ ഇംഗ്ലീഷ് ഡിക്ഷണറി ആയാൽ മതി, അത് റെഫർ ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇത് വായിച്ചിട്ട് പഠിക്കണം. ഇതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞതിന്റെ അർത്ഥം. അത് നിങ്ങൾ ഇനി പിന്നെ ചെയ്യാം. നൗ നേച്ചർ വേഴ്സസ് നർച്ചർ എന്ന് നമ്മൾ അതിൽ കണ്ടു. നേച്ചർ വേഴ്സസ് നർച്ചർ അത് ഒന്നും കൂടെ കുറച്ച് കൂടുതൽ വിശദീകരിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ചിത്രം നിങ്ങൾക്ക് കാണുന്നത്. ഈ ചിത്രം കാണുമ്പോൾ ഒരാൾക്ക് വിഷ്വൽ തിങ്കിങ് കപ്പാസിറ്റി ഉണ്ട്, വിഷ്വൽ തിങ്കിങ് ഉണ്ട്, ഓറൽ തിങ്കിങ് കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ഞാനിവിടെ ഈ ചിത്രം കാണിച്ചു. ഇത് എന്താണെന്ന് ഇവിടെ വിശദീകരിച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോ ഇവിടെ കൗ എന്ന് എഴുതി ആണ്, ഒരു വേർഡ് മാത്രമാണ് എഴുതിയതെങ്കിൽ ആ വെർബൽ തിങ്കിങ് കപ്പാസിറ്റി അതുപോലെ വിഷ്വൽ തിങ്കിങ് കപ്പാസിറ്റിക്കും തമ്മിൽ കുട്ടികളുടെ ചിന്താഗതിക്ക് വ്യത്യാസം വരും. നമുക്ക് അതിന് എന്താണെന്ന് നോക്കാം. ബയോളജിക്കൽ അപ്രോച്ച്, ഇതിനകത്ത് നേച്ചർ വേഴ്സസ് നർച്ചറിന്റെ അകത്തുള്ളത്, അതില് ബയോളജിക്കൽ അപ്രോച്ച് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. The biological approach is supported by the longitudinal research. What is longitudinal research and ലോങ്ജിറ്റ്യൂഡും അതുപോലെ നമ്മൾ ജിയോഗ്രഫിക്കകത്ത് പഠിക്കുന്ന ഒരു ഭാഗമാണ് ലോങ്ജിറ്റ്യൂഡ്. പിന്നെ എന്തൊക്കെ പഠിക്കുന്നത് നമ്മള്, അത് ലോങ്ജിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും ഒക്കെ പഠിക്കും. ആൾട്ടിറ്റ്യൂഡ് ഉണ്ട്, ആൾട്ടിറ്റ്യൂഡ്, ലോങ്ജിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡ്. നിങ്ങൾ ഈ വേർഡ് ഒന്ന് എഴുതിയെടുത്തോളൂ. ഇതൊക്കെ നമ്മൾ 8ലും 9ലും ഒക്കെ പഠിക്കുന്നതാണ് കേട്ടോ, പഠിച്ചവർക്ക് മാത്രമാണ്, ഞാൻ എല്ലാവരും ഉദ്ദേശിച്ചല്ല. ആൾട്ടിറ്റ്യൂഡ്സ് ഉണ്ട്, ലാറ്റിറ്റ്യൂഡ് ഉണ്ട്, അതുപോലെ ലോങ്ജിറ്റ്യൂഡ് ഉണ്ട്. അപ്പോ ഇത് ആംഗുലർ ഡിസ്റ്റൻസ് ഓഫ് എ പ്ലേസ് നോർത്ത് പോൾ ഓർ സൗത്ത് പോൾ ഓഫ് ദി
എർത്ത് ഇക്വേറ്റർ ആണ് നമ്മൾ ജിയോഗ്രഫിയിൽ പഠിക്കുന്ന ലോങ്ജിറ്റ്യൂഡ്. ഇൻ എ ഗ്ലോബ് വി ക്യാൻ some measure, it's a measurement also, it is a measurement. ഗ്ലോബിലൊക്കെ മെഷർമെന്റ് ലോങ്ജിറ്റ്യൂഡ്. അപ്പം ലോങ്ജിറ്റ്യൂഡിനൽ എന്ന് പറഞ്ഞാൽ റണ്ണിങ് ലെങ്ത് വൈസ്, നമ്മളെ ലെങ്ത് വൈസ് ഉള്ള ഒരു ഗ്രോത്തും ഡെവലപ്മെന്റിലും ലെങ്ത് വൈസ് ഉണ്ട്, അതുപോലെ ലാറ്റിറ്റ്യൂഡിനുണ്ട്. ഇവിടെ ലോങ്ജിറ്റ്യൂഡിനൽ റണ്ണിങ് ലെങ്ത് വൈസ് അതർ ദാൻ അക്രോസ്. നമ്മള് ആ ഒരു the biological approach is supported by the longitudinal research of Thomas and Chess that found that the temperament of the child, temperament already നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, സ്വഭാവം, temperament of the child at 3 months was a fair predictor of his or her temperament at 10 years. 3 മാസം ഉള്ള കുട്ടിയുടെയും 10 വയസ്സ് എത്തിയ കുട്ടിയുടെയും. ഇനി temperament seems to have a strong biological basis as it tends to be stable over time. Many developmental psychologists believe that maturation, the changes in development that involves the unfolding. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഓട്ടോമാറ്റിക് കട്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം കൂടുതൽ എടുത്തുണ്ട്, കട്ടായിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം ഇതേ ഐഡിയയിൽ തന്നെ. ഡെവലപ്മെന്റൽ സൈക്കോളജിയിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മച്ചുറേഷൻ പ്രോസസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഏർലി എക്സ്പീരിയൻസസ് ആൻഡ് ക്രിട്ടിക്കൽ സ്റ്റേജസ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്നുള്ള പോർഷൻ ഡെവലപ്മെന്റൽ സൈക്കോളജിസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഇതിനെക്കുറിച്ച്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന മച്ചുറേഷൻ പ്രോസസ്സിൽ നമ്മൾ നേച്ചർ വേഴ്സസ് നർച്ചർ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൻ്റെ അകത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് ഉണ്ട്, ടെമ്പറമെന്റ് ഫാക്ടേഴ്സ്, ഇതൊക്കെയാണ് ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ ടെൻഡൻസീസ് ടു ബി ചിയർഫുൾ ഓർ ഗ്ലം, ടു ചിയർഫുൾ ഓർ ടു ബി ഗ്ലം എന്ന് പറയുന്നത് അത് അതിൻ്റെ ടെൻഡൻസീസ് എന്തൊക്കെയാണ്, അതിൻ്റെ കാരണം അത് പറയുന്നതും നേച്ചർ വേഴ്സസ് നർച്ചർ എന്ന് പറയുന്ന അതിൻ്റെ അകത്ത് ബയോളജിക്കൽ ആൻഡ് ജനറ്റിക് റിസർച്ച് വിത്ത് ടിൻ സ്റ്റഡീസ് ഓൾസോ ഇൻഡിക്കേറ്റ്സ് ജനറ്റിക്സ് ഓർ നേച്ചർ പ്ലേസ് എ പാർട്ട് in predispositions to physical and mental illnesses as well as being influenced by nurture, our environment, experience, practice and learning. Okay, അപ്പോൾ ഇതിനകത്ത് our environment, നമ്മളുടെ അറ്റ്മോസ്ഫിയർ, ഒരു കുട്ടി വളർന്നു വരുന്ന അറ്റ്മോസ്ഫിയർ, പിയർ ഗ്രൂപ്പ്, ഫാമിലി അറ്റ്മോസ്ഫിയർ, സോഷ്യൽ, ഈ ഘടകങ്ങളൊക്കെ ഈ അറ്റ്മോസ്ഫിയർ ഒക്കെ ആ കുട്ടിയെ സ്വാധീനിക്കും. നല്ല ഫാമിലി അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ അല്ലെങ്കിൽ നല്ല എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണെങ്കിൽ അതിനനുസരിച്ച് നല്ല എക്സ്പീരിയൻസ് കിട്ടും. നല്ല എക്സ്പീരിയൻസ് ഉള്ള കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് നല്ല പ്രാക്ടീസ് ഉണ്ടാവും, നല്ല ഹാബിറ്റ് ഉണ്ടാവും. നല്ല ഹാബിറ്റിൽ നിന്നാണ് നല്ല ബിഹേവിയർ ഉണ്ടാവുക. ആ ബിഹേവിയർ ആണ് ലേൺഡ് ബിഹേവിയറായി ഔട്ട്കം ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടിയെ ഒരു ടീച്ചർക്ക്, ഒരു അധ്യാപികയ്ക്ക് ഒരു കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ കുട്ടിയുടെ സാമൂഹിക പശ്ചാത്തലം, സോഷ്യൽ അറ്റ്മോസ്ഫിയർ, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. അത് മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് അധ്യാപകര് അവരെ എങ്ങനെ മോൾഡ് ചെയ്യണം, അതിൽ പ്രത്യേകിച്ചും ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷനിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അവരെ മോൾഡ് ചെയ്യാനുള്ള എളുപ്പം നേച്ചർ വേഴ്സസ് നർച്ചറും എന്നുള്ളത് നമ്മൾ പറഞ്ഞത് അതുകൊണ്ടാണ്. ഓക്കെ, and this biological approach gives an important study conducted by Thomas and Chess. They found that the temperament of the child at 3 months was a fair predictor of his or her temperament at 10 years. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, temperament seems to have a strong biological basis as it tends to be stable over time. Many developmental psychologists believe that maturation, the changes in development that involve the unfolding of biologically determined behavior programmed by the genes, occurs in critical periods. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ പഠനത്തിനനുസരിച്ചിട്ട് ബയോളജിക്കൽ ടേമിലാണ് അവർ പറയുന്നത് ഈ ചേഞ്ചസ് ഇൻ ഡെവലപ്മെന്റ് that involve the unfolding of biologically determined behavior programmed by the genes that occurs in critical periods. A critical period is a stage in development
during which certain kinds of growth must occur if development is to proceed normally. If development has to proceed or to be proceeded normally, the critical period in a stage but in development during which the certain kinds of growth must occur, it should happen. Okay, so ഇപ്പോൾ ഇതിൽ നമ്മൾ ടെമ്പറമെന്റ് എന്താണെന്നും ഒക്കെ നമ്മൾ കണ്ടു, ടെമ്പറമെന്റിനെ കുറിച്ച് പഠിച്ചു. നമ്മൾ ഇതുവരെയുള്ള പാഠഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഓക്കെ, നമ്മൾ ഇതിനകത്ത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച ചൈൽഡ് സൈക്കോളജിയിൽ ഡെവലപ്മെന്റൽ സൈക്കോളജി മുതൽ തുടങ്ങുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ടോപ്പിക്സിനെ കുറിച്ചുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, so let us wind up today. Thank you children. Thank you.